ഗൂഗിൾ പേയുടെ ലാസ്റ്റ് മേജർ അപ്ഡേറ്റിൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഗൂഗിൾ പേയിൽ ഇപ്പോൾ നിലവിൽ സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ കാണുന്നില്ല, അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ അയക്കാറുണ്ട്, അതുപോലെ തന്നെ കമൻ്റൊക്കെ ഇടാറുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ഓപ്ഷൻസ് ഒക്കെ എവിടെയും പോയിട്ടില്ല. നമുക്ക് നിലവിലും ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഗൂഗിൾ പേയിൽ ലഭ്യമാണ്. ഇപ്പോൾ സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ജി പേയിൽ ആഡ് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ മുൻപുണ്ടായിരുന്നു, നിലവിലും ഗൂഗിൾ പേയിൽ അത് അവൈലബിൾ ആണ്. പക്ഷേ അത് ചില ഓപ്ഷൻസിൻ്റെയൊക്കെ ഉള്ളിൽ പോയി എന്നേ ഉള്ളൂ. യൂസർ ഇൻ്റർഫേസിൽ വന്ന മാറ്റം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഈ സിബിൽ സ്കോറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കിപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ സിബിൽ സ്കോർ ചെയ്യാനുള്ളൊരു കാറ്റഗറിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. അതിനകത്തായിരിക്കും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ലൈക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമുക്കിപ്പോൾ സിബിൽ സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിലും മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നേരത്തെ കണ്ടിരുന്ന സെക്ഷനിൽ കാണാത്തത്. ആക്ച്വലി ഇതൊക്കെ ഗൂഗിൾ പേയിൽ ലഭ്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഗൂഗിൾ പേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ മൊബൈൽ ആപ്പ് വിശദമായിട്ട് പരിചയപ്പെടാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഞാൻ ഉപയോഗിക്കുന്ന iOS ആണ്. സോ iOS വെർഷൻ ജി പേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആപ്പാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത്. ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ iOSലും ആൻഡ്രോയിഡിലും ജി പേയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം ആണ്, വ്യത്യാസമൊന്നും അങ്ങനെ വരാറില്ല. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഹോം പേജിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഒരു സെർച്ച് ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ഇപ്പോൾ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫാസ്റ്റാഗ് എന്ന് സെർച്ച് ചെയ്ത് അത് റീചാർജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും കോൺടാക്റ്റിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇല്ലെങ്കിൽ UPI ID അറിയാം, അത് വെച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, അതിനുള്ള എല്ലാം നമുക്ക് ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സജഷൻസ് കാറ്റഗറീസും കാര്യങ്ങളൊക്കെ വരും. മൊബൈൽ റീചാർജ്, അതുപോലെ DTH റീചാർജ്, ഇലക്ട്രിസിറ്റി, ഫാസ്റ്റാഗ്, അങ്ങനെ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ താഴെയായിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മൾ ഫണ്ട് അയച്ച ആളുകളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് എന്താണ് ആവശ്യമെന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫാസ്റ്റാഗ് ആണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഫാസ്റ്റാഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുന്ന ഓപ്ഷൻ വരും. ഇനി ഇപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ആളുടെ പേര് ടൈപ്പ് ചെയ്യുക. നമ്മളുടെ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഫണ്ട് അയക്കാം. ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്രെഡിറ്റ് കാർഡിന് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. സോ ഇങ്ങനെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് ഗൂഗിൾ പേയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. അതിന് താഴെയായിട്ടാണ് മെയിൻ കാറ്റഗറീസ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ സ്കാൻ എനി QR കോഡാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത്തത് പേ എനിവൺ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോൺടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആണെങ്കിൽ അത് പിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഒരു മൊബൈൽ നമ്പർ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് നമുക്ക് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി UPI ID അറിയാമെങ്കിൽ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജി പേയിൽ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് എക്സ്പെൻസ് ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് താഴെയായിട്ടും തൊട്ട് താഴെയായിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മൾ നടത്തിയ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അത് പിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും അവർക്ക് തന്നെ ഫണ്ട് അയക്കാം. പിന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ എടുക്കുക, അതായത് ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് ടു അതേഴ്സ് ആണ്, രണ്ടാമത് ടു സെൽഫ്. ഇതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ മിസ്സായെന്ന് പലരും പറയുന്ന സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ അത് ഇതാണ്. നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ എടുക്കുക, അതിൽ ടു അതേഴ്സ് മാറ്റിയിട്ട് ടു സെൽഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ജി പേയിൽ ആഡ് ചെയ്തിരിക്കുന്ന നമ്മളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് പിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് ടു അക്കൗണ്ട്, ഏത് അക്കൗണ്ടിലേക്കാണോ ഫണ്ട് അയക്കേണ്ടത് അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എമൗണ്ട് എൻ്റർ ചെയ്യുക. ദെൻ നമ്മളുടെ UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ മൊബൈൽ റീചാർജ് ആണ്.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളുടെ കോൺടാക്റ്റിൽ ഉള്ള നമ്പർ പിക്ക് ചെയ്ത് അതിലേക്ക് നമുക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ ഡയറക്റ്റ് എൻ്റർ ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം. ഇനി ആ ഒരു സെക്ഷൻ്റെ താഴെയായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് ഒരു ടാപ്പ് ആൻഡ് പേ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു iOS വർക്ക് ആവില്ല. ആൻഡ്രോയിഡിൽ NFC സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസ് ആണെങ്കിൽ നമുക്ക് GPay വഴി ടാപ്പ് ആൻഡ് പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പോൾ പല ഷോപ്പിലും വെച്ചിരിക്കുന്ന QR കോഡ് സ്റ്റാൻഡിൽ, പുതിയ സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ പേടിഎമ്മിലേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് NFC സപ്പോർട്ടഡ് ആണ്. നമുക്ക് ആ ഒരു QR കോഡിൽ ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവരത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അത്തരം സിറ്റുവേഷനിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു മെഷീൻ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു QR കോഡ് സ്റ്റാൻഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ UPI ലൈറ്റ് ഉണ്ട്. നമുക്ക് 1000 രൂപ വരെയുള്ള UPI പേയ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് പിൻ നമ്പറൊന്നും എൻ്റർ ചെയ്യാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇതൊരു വാലറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ഓൺ ഡിവൈസ് വാലറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് പിന്നൊന്നും അടിക്കാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് UPI ലൈറ്റ്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ആ ഒരു സെക്ഷനിൽ നമ്മൾ റീസെൻ്റായിട്ട് ഫണ്ട് അയച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ ആ ഒരു പ്രൊഫൈലായിരിക്കും വരുന്നത്. ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു വ്യക്തിക്കായിട്ട് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചത്, അതുപോലെ തന്നെ നമുക്ക് പുതിയ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ബിൽസ് ആൻഡ് റീചാർജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത്. അവിടെ നമ്മൾ റീസെൻ്റായിട്ട് നടത്തിയിരിക്കുന്ന റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും. ഇപ്പോൾ ഞാൻ HP ഗ്യാസ് ബുക്ക് ചെയ്തു, ബ്രോഡ്ബാൻഡ് റീചാർജ് ചെയ്തു, ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തു, മൊബൈൽ റീചാർജ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ആദ്യം തന്നെ കാണാം. സെക്കൻഡ് റോയിൽ നമുക്ക് അതുകൂടാതെ പുതിയതായിട്ട് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് സെക്ഷൻസ് കാണും. മൊബൈൽ റീചാർജ്, DTH, ഇലക്ട്രിസിറ്റി, ഫാസ്റ്റാഗ്. അത് കൂടാതെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് എടുക്കാനായിട്ട് മുകളിൽ നമുക്ക് ഈ ഒരു മാനേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് കാറ്റഗറീസും കാര്യങ്ങളൊക്കെ വരും. അത് ചൂസ് ചെയ്ത് നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് അതിന് താഴെയായിട്ട് ബിസിനസ്സസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള റീസെൻ്റ് നടത്തിയ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഇവിടെ ചെക്ക്, ക്രെഡൊക്കെ കാണാം. അതൊക്കെ ഞാൻ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചതാണ്. പിന്നെ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ നടത്തിയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. കമ്പനി, നമ്മൾ ഡയറക്റ്റ് ഒരു കമ്പനിയിലേക്ക് നടത്തിയ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ യെസ് ബാങ്ക്, SBI ക്രെഡിറ്റ് കാർഡ്, ചെക്ക്, അങ്ങനെ കുറേ നമ്മൾ നടത്തിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ കാണാം. ആ ഒരു പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മർച്ചൻറ്റിൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാം. നെക്സ്റ്റ് അതിന് താഴെ ഗിഫ്റ്റ് കാർഡ് ആൻഡ് മോർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അവിടെ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് ആണ്. നമുക്ക് ഗൂഗിൾ പേ വഴി ഏതെങ്കിലും ഒക്കെ OTT പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഗൂഗിൾ പേ വഴി ഡയറക്റ്റായിട്ട് വാങ്ങാം. രണ്ടാമത് ഗിഫ്റ്റ് കാർഡ്സ് ആണ്. നമുക്ക് മിന്ത്ര അങ്ങനെയുള്ള പല ബ്രാൻഡ്സിൻ്റെയും ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമുക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Amazon പ്രൈം ആണെങ്കിൽ 15% ക്യാഷ് ബാക്ക്, ബിഗ് ബാസ്ക്കറ്റ് ആണെങ്കിൽ 3% ക്യാഷ് ബാക്ക്, നൈക്ക, ഊബർ, സൊമാറ്റോ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗൂഗിൾ പേ വഴി ഗിഫ്റ്റ് കാർഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ അതിന് താഴെയായിട്ട് വരുമ്പോൾ നമുക്ക് ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ റിവാർഡ്സ് ആണ്. നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പണ്ട് ക്യാഷ് ബാക്ക് ആയിരുന്നു, ഇപ്പോൾ നമുക്ക് കൂപ്പൺസും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂപ്പൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് കിട്ടുന്ന ആ ഒരു കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഈ ഒരു റിവാർഡ് എന്ന് പറയുന്ന സെക്ഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ GPayയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ 10% ക്യാഷ് ബാക്ക് അപ് ടു 500 രൂപ ഓലയുടെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇപ്പം നിലവിൽ കുറേ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗൂഗിൾ പേയിൽ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനായി കഴിയും. പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് റൂപേ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊരു പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ചലഞ്ചാണ്. 4 റൂപേ ജെം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 റുപ്പീസ് ക്യാഷ് നേടാനായിട്ട് സാധിക്കും. അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ റൂപേ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്കാൻ ആൻഡ് പേ ഇനി മർച്ചൻ്റ്, മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് 199 രൂപയാണ്. നമ്മളുടെ റൂപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ റീചാർജ്, മൊബൈൽ റീചാർജ്, അത് മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് 199 രൂപയാണ്. പിന്നെ ബിൽ പേയ്മെൻറ്റ് മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് 199 രൂപയാണ്. പിന്നെ ഓൺലൈൻ മർച്ചൻ്റ് പേയ്മെൻറ്റ് അതും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 199 രൂപയാണ്. അങ്ങനെ ഇവർ പറയുന്ന പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് 4 ജെം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ കിട്ടും. പിന്നെ അതിന് താഴെയായിട്ടുള്ള ഒരു സെക്ഷൻ ഇവരുടെ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് മാനേജ് യുവർ മണി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഇവരുടെ ഗൂഗിൾ പേ ഓഫർ ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു
സെക്ഷനാണ് അവിടെ വരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. പക്ഷേ അതിപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മണി എന്ന് പറയുന്ന ഒരു പുതിയൊരു കാറ്റഗറി താഴെ വന്നിട്ടുണ്ട്. അതിലേക്കായിരിക്കും പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോഴും നേരെ മൂവ് ആകുന്നത് ഈ ഒരു മണിയിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ, അതായത് സിബിൽ സ്കോർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യൽ, പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യൽ, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതൊക്കെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മണി എന്ന് പറഞ്ഞൊരു പുതിയൊരു സെക്ഷൻ ഗൂഗിൾ പേയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് ഇതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ബാലൻസ് ആണ്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളും കാർഡുകളൊക്കെ ഇവിടെ വരും. ഇപ്പോൾ 7 അക്കൗണ്ടുകളാണുള്ളത്. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഓരോ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് അറിയാം. ജസ്റ്റ് UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് സിബിൽ സ്കോർ ആണ്. നമുക്ക് നമ്മളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ എൻ്റെ പാനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സിബിൽ സ്കോർ അവിടെ വരും. അതേപോലെ തന്നെ നമ്മളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് ഫോർ യു ആണ്. ഇപ്പോൾ ഗൂഗിൾ പേ ബാങ്കുകളുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ട് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് അപ്ലൈ ചെയ്യാനും അതിൻ്റെ മാനേജ്മെൻറ്റുമാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ അതിന് താഴെ വരുന്നത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ്. നമ്മൾ GPay വഴി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഫണ്ട് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നമുക്ക് ഇവിടെ കാണാനായി കഴിയും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ മണി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഗൂഗിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ യു എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് നമ്മളുടെ പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോകാനുള്ള ഒരു കാറ്റഗറിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, റുപേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ UPI ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ കാർഡ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വരിക, വന്നിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് വരും. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വരും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷൻ വരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാർഡ് ഇല്ലെങ്കിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് അക്കൗണ്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് GPayയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ കറണ്ട് UPI പിൻ എൻ്റർ ചെയ്യുക, അതായത് പഴയ UPI പിൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം പുതിയ UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് പുതിയ UPI പിന്നും സെറ്റ് ചെയ്യാനായി സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ QR കോഡ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് QR കോഡ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഓപ്ഷൻ UPI സർക്കിളാണ്. UPI സർക്കിളിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫാമിലി ഇല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവർക്ക് വേണ്ടി നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ നമ്മളുടെ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്താൽ മതിയാകും. അതിനുശേഷം അവർ പേയ്മെൻറ്റ് ചെയ്യാൻ എന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിക്വസ്റ്റ് വരും. എന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് വന്ന ഒരു 10 മിനിറ്റ് വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ലഭിക്കും. ആ ടൈമിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ നമുക്ക് വേറെ ആരുടെയെങ്കിലും UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. ഈ ഒരു UPI സർക്കിളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ UPI പേയ്മെൻറ്റിനായിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി